എന്റെ ഉടുവസ്ത്രങ്ങൾ കംപ്ലീറ്റ് അഴിക്കുക. ഒരു മനുഷ്യനും ഒരിക്കലും ഒരാൾക്കും, ഞാൻ പറയാന്നാണെങ്കിൽ ജയിലിലായ എവിടെയായാലും ഒരു സ്ത്രീകളെ പൂർണ്ണ നഗ്നരാക്കി നിർത്തുന്നത് ഏറ്റവും വലിയ കുറ്റകരം അതാണ്. അതായത് ഒരു സ്ത്രീയുടെ നഗ്നത മൊത്തം പ്രദർശിപ്പിച്ചുകൊണ്ട്. പിന്നെ ചില പോലീസുകാര്, വനിതാ പോലീസുകാർക്ക് മറ്റുള്ളവരുടെ ശരീരം കാണാനുള്ള ഒരു ഇഷ്ടം ഉണ്ടാവുമായിരിക്കും. അതാണ് അന്നത്തെ സമയത്ത് നമുക്കത് പ്രതികരിക്കാനും പറ്റില്ല. അതിനെതിരെ പ്രതികരിച്ചാൽ ഇനിയിപ്പോ വേറെ വല്ല കേസാകുമോ, അല്ലെ അവർക്ക് നമ്മളോട് അതൃപ്തി തോന്നുമോ, അങ്ങനെയുള്ളൊരു ഭയം ഉണ്ടായിരുന്നു. അതുകൊണ്ട് അങ്ങനെ അവര് ചോദിക്കാനും നിൽക്കില്ല. മറ്റുള്ളവരുടെ മുന്നിൽ എന്ന് പറഞ്ഞാൽ തടവുകാരികളുടെ മുന്നിൽ, അവരുടെ മുന്നിൽ വെച്ചിട്ടാണ് എന്റെ ഉടുവസ്ത്രങ്ങൾ മൊത്തം അഴിച്ചത്. കാരണം ആരായാലും ഒരു കൊച്ചുകുട്ടിയായിട്ടെ, ഒരു കുഞ്ഞായിട്ട് അവരുടെ മുമ്പിലായാലും നമ്മളുടെ വസ്ത്രങ്ങളൊക്കെ അഴിച്ചു കളഞ്ഞ് നമ്മൾ പൂർണ്ണ നഗ്നരായി നിൽക്കുന്ന അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക്. അങ്ങനത്തെ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്നത്. ജയിൽ ജീവിതത്തിൽ ഏറ്റവും മാനസികമായി തകർത്ത് കളഞ്ഞാണ് എന്റെ ഉടുവസ്ത്രങ്ങൾ അഴിച്ച് എന്നെ പരിശോധിച്ചത്. ദ്രോഹിക്കുക എന്ന് പറഞ്ഞ ഒരു ബാത്റൂമിൽ പോകാൻ നമുക്ക് എപ്പോഴും വേണ്ടത് ഒരു പ്രൈവസി അല്ലേ. ഞാൻ ബാത്റൂമിൽ ഇരിക്കുമ്പോൾ ബാത്റൂം തള്ളി തുറന്നു വന്ന് എന്നെ അസഭ്യം പറഞ്ഞ ഒരു സ്ത്രീ ഉണ്ട് അവിടെ. അപ്പോഴാണ് സത്യത്തിൽ എന്തിന് ഞാൻ ഈ പോലീസുകാരുടെ കൂടെ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് ഇവരെന്നെ കൊണ്ടുപോകുന്നതെന്ന് പറഞ്ഞ് ഇവര് വാങ്ങിത്തന്ന ഭക്ഷണമൊക്കെ എനിക്ക് കഴിക്കാൻ പറ്റാതായി. അങ്ങനെ എന്റെ വിധി നിർണയിച്ചു. പോലീസുകാരൻ എന്നോട് പറഞ്ഞു, ഇനി ഒരിക്കലും ലിസി പുറം ലോകത്തേക്കില്ല കേട്ടോ എന്ന് പറഞ്ഞു. അന്നേരമാണ് ഞാൻ ഞെട്ടിയത്. ഞാൻ എന്ത് തെറ്റാ ചെയ്തു? ഒരാള് തന്ന സാധനം അതെന്താണെന്ന് അറിയാതെ നമ്മൾ ഇന്നയാൾക്ക് കൊടുക്കാൻ പറഞ്ഞ് കൊടുത്തു. അതിന് എന്താണെന്ന് അറിയാതെ ഇതിന് വേണ്ടിയിട്ട് ഇത്രയും വലിയ നല്ല നല്ല ഹോട്ടലിൽ ചെല്ലുമ്പോൾ നല്ല ഫുഡ് വാങ്ങി തരിക, ഫുഡ് കഴിക്കാൻ നല്ല, ശരിക്കും പറഞ്ഞാൽ അന്നേരം എനിക്ക് ജയിലിലേക്ക് പോകണ്ടല്ലോ, ജയിലിലേക്ക് പോകണ്ട, ഇവരുടെ കൂടെ ഇങ്ങനെ കറങ്ങി കിടക്കാലോ. ഒത്തിരി സ്ഥലങ്ങൾ ടൂറല്ലേ കാണാൻ, ഇഷ്ടം പോലെ സ്ഥലങ്ങൾ കാണാൻ, നല്ല ഭക്ഷണം കഴിക്കാം. ആദ്യമായിട്ട് ഞാൻ ദിലീപിന്റെ ബോഡിഗാർഡ് സിനിമ കാണുന്ന അവരോടൊപ്പം. പക്ഷെ ഒരു സ്ത്രീയുടെ നഗ്നത മൊത്തം ഒരു നൂൽ വസ്ത്രമില്ലാതെ നിർത്തിയുള്ള പരിശോധന അതൊരിക്കലും അംഗീകരിക്കാൻ പറ്റുന്നില്ല. എത്ര കൊടും ക്രിമിനൽ ആയിക്കോട്ടെ ആളെ, എങ്കിലും ഇത് ചെയ്യുന്നത് ഏറ്റവും വലിയ മോശം. അന്ന് മരിച്ചു പോയിരുന്നു ഞാൻ. പെണ്ണുങ്ങൾക്കൊരു മറയ്ക്കാൻ ഒരു വസ്ത്രം വരെ കൊടുക്കാതെ നൂൽ വസ്ത്രം ഇല്ലാതെ അങ്ങനെ അഴിച്ചത്, എന്നെ അഴിച്ചത് അങ്ങനെയാണ്. ചതിയിൽപ്പെട്ട് 34-ാം വയസ്സിലാണ് ലിസി റോസക്കുട്ടി എന്ന സുൽത്താൻ ബത്തേരി സ്വദേശിനിയായ സാധു യുവതി ജയിലിൽ അകപ്പെടുന്നത്. കുറ്റവിമുക്തയാക്കപ്പെട്ടത് 12 വർഷത്തിന് ശേഷവും. ജയിലിൽ കഴിഞ്ഞ ആ കാലയളവിൽ ലിസിക്ക് നഷ്ടമായത് അവരുടെ യൗവനമായിരുന്നു, സ്വപ്നങ്ങളായിരുന്നു, ബന്ധങ്ങളായിരുന്നു. അനുഭവിച്ചതാകട്ടെ സമാനതകളില്ലാത്ത സങ്കടങ്ങളും ബുദ്ധിമുട്ടുകളും. എന്നെ പോലീസ് അറസ്റ്റ് ചെയ്ത് പോലീസ് സ്റ്റേഷനിൽ കുറച്ച് ദിവസം ഇരുത്തിയിട്ടാണ് എറണാകുളം സബ് ജയിലിലേക്ക് കൊണ്ടുപോയത്. സബ് ജയിലിൽ നിന്നൊക്കെ കേട്ട് കഴിയുമ്പോൾ നമുക്ക് ആദ്യമേ എറണാകുളം സബ് ജയിലിൽ നിന്ന് കണ്ട ബോർഡ് കണ്ടപ്പോൾ തൊട്ട് തുടങ്ങിയ ഒരു ശരീരത്തിന് തരിപ്പ. അന്നൊക്കെ ഞാൻ അങ്ങോട്ട് ചെന്ന് കയറി. പക്ഷെ എനിക്ക് അന്ന് തന്നെ സൂപ്രണ്ട് ഒത്തിരി ചോദ്യങ്ങളൊക്കെ ചോദിച്ചു. എന്റെ അഡ്രസ്സ് എഴുതി. എന്റെ കൂടെ വന്ന പോലീസുകാരെല്ലാം പോയി. അതെ, പോലീസുകാരന്ന് രസമാണ്. ഇവര് പോലീസുകാർ കൊണ്ടുവന്ന് ഇവിടുന്ന് തന്നെ തെളിവെടുപ്പെല്ലാം കഴിഞ്ഞിട്ടാ സ്റ്റേഷനിൽ നിന്ന് നേരെ തെളിവെടുപ്പിന് കൊണ്ടുവരുക. തെളിവെടുപ്പിന് കൊണ്ടുവരുന്ന വയനാട്ടിലേക്ക്, എന്റെ വീട്ടിലേക്ക്. എന്റെ വീട് അന്ന് കണ്ട ഏത് മനസ്സാക്ഷിയുള്ള മനുഷ്യനും ഉണ്ടാവും. എന്റെ അമ്മ ചെറിയൊരു ഷെഡിനകത്ത് ഒറ്റയ്ക്ക് കിടക്കുന്നു. അങ്ങനെയുള്ള ഒരു അമ്മയെ കണ്ടിട്ട് പോയിട്ടാണ് ഇത്ര ഇത് പോയതോ. ഒരു തെളിവെടുപ്പില്ല. വീട് വന്ന് കണ്ടു, അവര് പോയി. അപ്പൊ ഞാൻ വിചാരിച്ചു ഈ വീടൊക്കെ വന്ന് കണ്ടപ്പം ഞാനിങ്ങനെ അങ്ങനെ ഒരു കുറ്റവാളിയൊന്നും അല്ലാത്ത രീതിയിൽ ഇവരെഴുതുള്ളൂ എന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചത്. അങ്ങനെ നമ്മളെ പെടുത്തി കളഞ്ഞ ഒരാള് മുഖാന്തരം നമ്മുടെ കുടുംബമൊക്കെ അവർ വന്ന് കണ്ടു. അങ്ങനെ നേരെ പോകുന്നത് ഞങ്ങളെങ്ങോട്ടാ, ഊട്ടി വഴി കൊടൈക്കനാൽ ചുറ്റി ഒരു ടൂർ പാക്കേജ്. ഞങ്ങളങ്ങനെ ഒരു ഇന്നോവ വണ്ടിയില് ഇങ്ങനെ യാത്ര ചെയ്യുക, നല്ല ഫുഡ് കഴിക്കുക, നല്ല നല്ല ഹോട്ടലിൽ ചെല്ലുമ്പോൾ നല്ല ഫുഡ് വാങ്ങി തരിക, ഫുഡ് കഴിക്കുക, നല്ല, ശരിക്കും പറഞ്ഞാൽ അന്നേരം എനിക്ക് ജയിലിലേക്ക് പോകണ്ടല്ലോ, ജയിലിലേക്ക് പോകണ്ട, ഇവരുടെ കൂടെ ഇങ്ങനെ കറങ്ങി കിടക്കാലോ. ഒത്തിരി സ്ഥലങ്ങൾ ടൂറല്ലേ കാണാൻ, ഇഷ്ടം പോലെ സ്ഥലങ്ങൾ കാണാൻ, നല്ല ഭക്ഷണം കഴിക്കാം. ആദ്യമായിട്ട് ഞാൻ ദിലീപിന്റെ ബോഡിഗാർഡ് സിനിമ കാണുന്ന അവരോടൊപ്പം. കാരണം വണ്ടിയിലൊരു എനിക്ക് വേണ്ടി വെച്ച് തരിക, ലിസി ആ സിനിമ കണ്ടോ, അവിടെ ഇരുന്ന് കണ്ടോളാൻ പറഞ്ഞു. എനിക്കൊരു സിനിമയൊക്കെ വെച്ച് തന്നു. ബോഡിഗാർഡ് സിനിമ ഫുള്ളായിട്ട് കണ്ടു. അങ്ങനെ കറങ്ങി. എന്ത് തെളിവെടുപ്പ്? ഒരു തെളിവെടുപ്പും ഇല്ല.
ഇത് കറങ്ങി ഞാൻ എന്റെ വീട്ടിൽ വന്ന് നേരെ തമിഴ്നാട് വഴി അങ്ങനെ കറങ്ങി ഗുണ്ടൽപേട്ട ചെന്നു. ഗുണ്ടൽപേട്ടയിൽ നിന്ന് കുറച്ച് കറങ്ങി തിരിച്ച് വന്നു. വീണ്ടും തമിഴ്നാട്ടിൽ വന്ന് മേട്ടുപ്പാളയം വഴി ഏതെല്ലാമോ വഴി കൂടെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലൂടെ സഞ്ചരിച്ച് ലാസ്റ്റ് 2-3 ദിവസം അങ്ങനെ സഞ്ചരിച്ച് ലാസ്റ്റ് എറണാകുളത്ത് നിന്ന് നല്ല ഭക്ഷണം അവിടെ നിന്ന് വാങ്ങി തന്നാണ് എന്നെ ജയിലിലേക്ക് കൊണ്ടുവന്നത്. അപ്പൊ അതുവരെ ഉണ്ടായിരുന്ന ഭക്ഷണമൊക്കെ കഴിച്ച് അതുവരെ ഉണ്ടായിരുന്ന ആ സന്തോഷമൊക്കെ ഇതായി നേരെ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് ഇനിയിപ്പോ എന്നെ വിട്ടോളും, ടൂറെല്ലാം കഴിഞ്ഞ് വന്നാലേ വിട്ടോളൂ എന്നെല്ലാം വിചാരിച്ചു. പിന്നീടാണ് ഇവര് വീണ്ടും കൊണ്ടുപോകുന്നത് തന്നെ ഓരോ സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നത്. അതാണ് ശരിക്കുള്ള തെളിവെടുപ്പ്. അപ്പോഴാണ് ഞാൻ ശരിക്കും ഞെട്ടിപ്പോയത്. എന്ത് ചെയ്തിട്ടായിരിക്കും എന്നെ ഇങ്ങനെ കൊണ്ടു നടക്കുന്നത്? കാരണം ഭയങ്കര വിവാദമായ കേസുകളില് ഓരോ പ്രതികളെയും കൊണ്ടുപോകുന്ന പോലെയാണ് എന്നെ കൊണ്ടുപോകുന്നത്. ഏതോ എക്സൈസ് ഓഫീസിലേക്ക് കൊണ്ടുപോകുന്നു, അവിടെ നിന്ന് തിരിച്ച് കമ്മീഷണർ ഓഫീസിലേക്ക് കൊണ്ടുവന്നു, എല്ലായിടത്തും ക്യാമറകൾ വെച്ചിരിക്കുന്നു. ഞെട്ടിപ്പോയി ഞാൻ സത്യത്തില്. ഇത്ര വലിയ തെറ്റാണോ ഞാൻ എന്ത് തെറ്റാ ചെയ്തു? ഒരാള് തന്ന സാധനം അതെന്താണെന്ന് അറിയാതെ നമ്മൾ ഇന്നയാൾക്ക് കൊടുക്കാൻ പറഞ്ഞ് കൊടുത്തു, അതിന് എന്താണെന്ന് അറിയാതെ ഇതിനു വേണ്ടിയിട്ട് ഇത്രയും വലിയ കാര്യം. പിന്നീടാണ് ജയില് കണ്ടപ്പോഴാണ് എനിക്ക് പിന്നെ ഇവരെല്ലാം പോലീസ് അത്രയും നേരം നല്ല കളർ ഡ്രസ്സിലൊക്കെ ഇട്ട് നല്ല ഇതായി നടന്നവർ ഇവര് യൂണിഫോം ഇട്ട് പിന്നെ കൊണ്ടുവരുവാണ് എന്നെ ജയിലിലേക്ക് കൊണ്ടുവരിക. അപ്പോഴാണ് സത്യത്തിൽ എന്തിന് ഞാൻ ഈ പോലീസുകാരുടെ കൂടെ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് ഇവരെന്നെ കൊണ്ടുപോകുന്നതെന്ന് പറഞ്ഞ് ഇവര് വാങ്ങിത്തന്ന ഭക്ഷണമൊക്കെ എനിക്ക് കഴിക്കാൻ പറ്റാതായി. അങ്ങനെ എന്റെ വിധി നിർണയിച്ചു. പിന്നീടാണ് ഇനി ഒരിക്കലും ഒരു പോലീസുകാരൻ എന്നോട് പറഞ്ഞു, ഇനി ഒരിക്കലും ലിസി പുറം ലോകത്തേക്കില്ല കേട്ടോ എന്ന് പറഞ്ഞു. അന്നേരമാണ് ഞാൻ ഞെട്ടിയത്. അത് കഴിഞ്ഞാണ് ഈ ജയിലിലേക്ക് കൊണ്ടു ചെല്ലുന്നത്. എറണാകുളം ജയിലിലേക്ക് കൊണ്ടു ചെന്നു. അവിടുന്ന് പിന്നെ അന്നേരം കൂടെ വന്ന വനിതാ സേനയോട് പറഞ്ഞു, ലിസി വിഷമിക്കണ്ട, പെട്ടെന്ന് പുറത്തേക്ക് പോരാ, ഇതൊന്നും അത്ര വലിയ കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ആ വനിതാ സേനയോട് പറഞ്ഞു. അങ്ങനെ ലാസ്റ്റ് പോലീസ് ജയിലിലെ പോലീസുകാർക്ക് തന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്നത്. അതൊക്കെ നമ്മുടെ ഉള്ളിൽ സങ്കല്പിക്കാൻ കഴിയുന്നതിൽ അപ്പുറത്തുള്ള വികാരങ്ങളാണ് അന്നേരം മനസ്സിനകത്തേക്ക് ഉണ്ടാവുക. അത്രയ്ക്ക് പേടിപ്പെടുത്തുന്ന ഒരു അനുഭവങ്ങളായിരിക്കും അത്. ജയിലിൽ ഞാൻ ഫസ്റ്റ് ചെന്നപ്പോഴത്തെ ഞാൻ എന്റെ പുസ്തകത്തിനകത്തുണ്ട്. ഞാൻ ചെന്നു, എന്റെ അഡ്രസ് ഒക്കെ എഴുതി എന്നെ തടവറയിലേക്ക് കൊണ്ടുപോവുക, ഒരു വനിതാ ഉദ്യോഗസ്ഥ കൊണ്ടുപോവുക. അവരുടെ നോട്ടം കണ്ടാൽ തന്നെ നമ്മൾ ഉരുകി ഒലിച്ചു പോകും. അത്രയ്ക്ക് ഭയാനക അവരുടെ നോട്ടം. അതിൽ കൊണ്ടുപോയി ചെന്ന് ഒരു സെല്ല് തുറക്കുന്നു, കുറെ അനാഥപ്രേതങ്ങൾ കിടക്കുന്നു. ഈ സെല്ല് തുറക്കുന്ന കണ്ടപ്പോ അവരും ചാടി എഴുന്നേറ്റു. അടുത്ത ഇരയല്ലേ വരുന്നത്, ആ ഇരേനെ ഒന്ന് കാണാനുള്ള ആകാംക്ഷയോടുകൂടി അവര് ചാടി തലപൊക്കി നോക്കുന്നു. പിന്നെ അതിന്റെ ഉള്ളിലേക്ക് എന്നെ കയറ്റുന്നു. പിന്നെ എനിക്ക് സങ്കല്പിക്കാൻ കഴിയുന്നതിലപ്പുറമായിരുന്നു എന്റെ ഉടുവസ്ത്രങ്ങൾ കംപ്ലീറ്റ് അഴിക്കുക. ഒരു മനുഷ്യനും ഒരിക്കലും ഒരാൾക്കും, ഞാൻ പറയാന്നാണെങ്കിൽ ജയിലിലായ എവിടെയായാലും ഒരു സ്ത്രീകളെ പൂർണ്ണ നഗ്നരാക്കി നിർത്തുന്നത് ഏറ്റവും വലിയ കുറ്റകരം അതാണ്. പക്ഷെ ഒരു സ്ത്രീയുടെ നഗ്നത ഒരു നൂൽ വസ്ത്രമില്ലാതെ നിർത്തിയുള്ള പരിശോധന അതൊരിക്കലും അംഗീകരിക്കാൻ പറ്റുന്നില്ല. അന്ന് മരിച്ചു പോയിരുന്നു ഞാന്, ജയിലിനുള്ളിൽ അന്ന് മരിച്ചതാ ഞാൻ ശരിക്കും. പിന്നീട് എന്റെ അമ്മയുടെ ഓർമ്മകൾ എന്നെ ജീവിപ്പിച്ചത്. അങ്ങനെ 2 വർഷം കഴിഞ്ഞ് 12 വർഷം കഴിഞ്ഞ് ഇപ്പോഴും എനിക്ക് ആ ഞെട്ടലാണ് അന്നത്തെ ആ ഒരു രാത്രി. അന്ന് സത്യത്തിൽ ഒരു ഭൂമി പിളർന്ന്, സീതാദേവി ആയിരുന്ന ഭൂമി പിളർന്ന് താഴേക്ക് പോകായിരുന്നു. അതുപോലത്തെ ഒരു മാനസികാവസ്ഥയായിരുന്നു. പോലീസിന്റെ എഴുത്തുകുത്തുകളെല്ലാം കഴിഞ്ഞിട്ട് വനിതാ സെല്ലിലേക്ക് കൊണ്ടുപോയിട്ട് എന്നെ ഒരു വനിതാ ഉദ്യോഗസ്ഥയാണ് ഈ വസ്ത്രങ്ങളെ, അത് മറ്റുള്ളവരുടെ മുന്നിൽ എന്ന് പറഞ്ഞാൽ തടവുകാരികളുടെ മുന്നിൽ, അവരുടെ മുന്നിൽ വെച്ചിട്ടാണ് എന്റെ ഉടുവസ്ത്രങ്ങൾ മൊത്തം അഴിച്ചത്. കാരണം ആരായാലും ഒരു കൊച്ചുകുട്ടിയായിട്ടെ ഒരു കുഞ്ഞായിട്ട് അവരുടെ മുമ്പിലായാലും നമ്മളുടെ വസ്ത്രങ്ങളൊക്കെ അഴിച്ചു കളഞ്ഞ് നമ്മൾ പൂർണ്ണ നഗ്നരായി നിൽക്കുന്ന അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക്. അങ്ങനത്തെ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്നത് ആർക്കും ചിന്തിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് അത്. എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ മനസ്സിൽ നിന്നും മായാത്തൊരു ചിത്രം അത്, പേടിപ്പെടുത്തുന്നത്. അന്ന് ഞാൻ ശരിക്കും പറഞ്ഞാൽ ചത്തിരുന്നെങ്കിൽ എന്ന് ഞാൻ ആലോചിച്ചിട്ടുണ്ട്. പിന്നീട് ജയിലിൽ വരുന്ന എല്ലാവരെയും അവരങ്ങനെ അഴിക്കുന്നുണ്ട്. പക്ഷെ ആണുങ്ങളെ സംബന്ധിച്ചത് ആണുങ്ങൾക്ക് ഒരു ഉടുക്കാൻ മുണ്ടെങ്കിലും കൊടുക്കുമെന്നാ പറഞ്ഞേട്ടെ. ഒരു മുണ്ട് കൊടുത്തിട്ട് അവരുടെ വസ്ത്രങ്ങളൊക്കെ അഴിച്ചിട്ട് ഇരുത്തി എണിപ്പിക്കുമെന്നാ പറഞ്ഞത്. അത് ആണുങ്ങളിന് വല്ല കഞ്ചാവോ എന്തെങ്കിലും മയക്കുമരുന്ന് ഉള്ളിൽ കയറ്റുന്നുണ്ടോ എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് അവരെ അങ്ങനെ ചെയ്യുന്നുണ്ട്. പക്ഷെ പെണ്ണുങ്ങൾ എന്ത് കൊണ്ടുപോകാനാ? പെണ്ണുങ്ങൾക്ക് മറയ്ക്കാൻ ഒരു വസ്ത്രം വരെ കൊടുക്കാതെ, നൂൽ വസ്ത്രം ഇല്ലാതെ അങ്ങനെ അഴിച്ചത്.
എന്നെ അഴിച്ചത് അങ്ങനെയാണ്. പിന്നീട് കോടതി പോയിട്ട് വരുമ്പോ ഒരു ദേഹപരിശോധന ഉണ്ട്, അവിടെ ഇവിടെയൊക്കെ തപ്പും, എന്തെങ്കിലും കൊണ്ടുവന്നിട്ടുണ്ടോ എന്നുള്ളത് അറിയാൻ വേണ്ടിട്ട് അങ്ങനെ തപ്പും. അല്ലാതെ ഫസ്റ്റിലത്തെ ദിവസത്തെ അത് ചിലരോട് അങ്ങനെ ചെയ്തിട്ടില്ല, ചിലരോട്. പിന്നെ ചില പോലീസുകാര്, വനിതാ പോലീസുകാർക്ക് മറ്റുള്ളവരുടെ ശരീരം കാണുമ്പോ കാണാനുള്ള ഒരു ഇഷ്ടം ഉണ്ടാവുമായിരിക്കും. അതാണ്. അന്നത്തെ സമയത്ത് നമുക്കത് പ്രതികരിക്കാനും പറ്റില്ല. അതിനെതിരെ പ്രതികരിച്ചാൽ ഇനിയിപ്പോ വേറെ വല്ല കേസാകുമോ, അല്ലെ അവർക്ക് നമ്മളോട് അതൃപ്തി തോന്നുമോ, അങ്ങനെയുള്ളൊരു ഭയം ഉണ്ടായിരുന്നു. അതുകൊണ്ട് അങ്ങനെ അവര് ചോദിക്കാനും നിൽക്കില്ല. എറണാകുളം സബ് ജയിലിൽ ചെല്ലുമ്പം എനിക്ക് പേടിയായിരുന്നു എല്ലാരെയും, തടവുകാരികളെ. എടുത്തു പറയാൻ ഒരു സ്ത്രീ എന്നെ വല്ലാതെ ദ്രോഹിക്കുക എന്ന് പറഞ്ഞ, ഒരു ബാത്റൂമിൽ പോകാൻ നമുക്ക് എപ്പോഴും വേണ്ടത് ഒരു പ്രൈവസി അല്ലേ. ഞാൻ ബാത്റൂമിൽ ഇരിക്കുമ്പോൾ ബാത്റൂം തള്ളി തുറന്നു വന്ന് എന്നെ അസഭ്യം പറഞ്ഞ ഒരു സ്ത്രീ ഉണ്ട് അവിടെ.